യെശയ്യാപ്രവചനം 11-ാം അധ്യായം. വാക്യം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ യഹൂദനെ കുറിച്ചായി പറയുന്നു. അശ്ശൂരിൽ നിന്നും, അതായത് മെയിൻലി ഇറാഖ്, മിസ്രൈമിൽ നിന്നും, ദാറ്റ് ഈസ് ഈജിപ്റ്റ്, പത്രോസിൽ നിന്നും, അതും ഈജിപ്തിന്റെ പാർട്ടാണ്, ഖൂഷിൽ നിന്ന് എത്യോപ്യ, ഏലാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഇറാനിൽ നിന്നും, ഷീനാറിൽ നിന്ന് ബാബിലോൺ, ഇറാഖിന്റെ പ്രദേശം, ഹാമാത്തിൽ നിന്ന് സിറിയയിൽ നിന്നും, സമുദ്രത്തിലെ ദ്വീപിൽ നിന്നും വീണ്ടും കൈക്കൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടി. 2-ാം പ്രാവശ്യം ദൈവം പേര് പറഞ്ഞു, ഈ സ്ഥലത്ത് നിന്ന് അവരെ വീണ്ടും കൂട്ടാൻ ഞാൻ 2-ാമത്തെ കൈനീട്ടി. അടുത്ത ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ പൃഷ്ഠന്മാരെ ചേർക്കുകയും ഭൂമിയുടെ ചെതറിപ്പോയവരെ യഹൂദയുടെ ചെതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്തു. വണ്ടർഫുൾ. നിങ്ങൾ ആ വാക്യം ഒന്ന് നോട്ട് ചെയ്ത്. ദൈവം എന്താ പറയുന്നത്? ലോകത്തിന്റെ 4 കോണിൽ ചെതറിപ്പോയ യഹൂദൻ. ഞാൻ ചെതറിപ്പോയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ കർത്താവ് സംഭവിക്കുന്നതിന് മുമ്പ് ലൂക്കോസ് 21-ൽ എടുത്ത് പറഞ്ഞ് നമുക്കറിയാം, നിങ്ങൾ വാളിന്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്കും നിങ്ങൾ ബദ്ധരായി പോകും. അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പാണ് ക്രിസ്തു അത് പറയുന്നത്. എന്തിനു പറയുന്നു? മോശ പറഞ്ഞു. മോശ ഇത് രേഖപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ടില്ല. അവർക്ക് ഭാവിയിൽ സംഭവിക്കുന്നതൊക്കെ മോശ പറഞ്ഞു. ആവർത്തന പുസ്തകം എടുത്ത് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് കൊണ്ട് ഞാനത് പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോലെ അല്ല പ്രസംഗിക്കുന്നത്, എന്നാൽ ഞാനത് പറഞ്ഞു പോകും. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായം, ഡ്യൂട്രോണമി 28, ഈ വരികൾ രേഖപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രമായിട്ടില്ല. അവർ കനാനിൽ വന്നിട്ടില്ല. ഈജിപ്തിൽ നിന്ന് വന്ന മരുഭൂമിയുടെ പ്രദേശത്ത് കനാനിൽ എത്തിയിട്ടില്ല. എത്തുന്നതിന് മുമ്പ് മോശ രേഖപ്പെടുത്തി വെച്ചു, നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. അതിൽ ഒന്ന് ഞാൻ എടുത്തു പറയാൻ പോവുകയാണ്. 2 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അനുസരിക്കാത്തതിന്റെ ഫലമായി നിങ്ങളുടെ രാജ്യം വിട്ടുപോകും. 2 പ്രാവശ്യം. 3 പ്രാവശ്യം പറഞ്ഞിട്ടില്ല, 2 പ്രാവശ്യം വിട്ടുപോകും. ഇനി ആ പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ, 32-ാം വാക്യം, ഡ്യൂട്ടോണമി 28:32. നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതി അടിമകളാകും. ഏകവചനമാണ്. Your sons and daughters will be given to another people. വേറെ ഒരു രാജ്യത്തിന് അടിമയാകും. നിങ്ങൾക്കറിയാം, ക്രിസ്തു വരുന്നതിന് 600 വർഷം മുമ്പ് ഇസ്രായേൽ ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്തിൽ അടിമകളാണ്. You will be given to another people. ഏകവചനം. അത് ആശ്ചര്യമായി സംഭവിച്ചു. സംഭവിക്കുന്നതിന് എത്ര വർഷം മുമ്പ് മോശ പറഞ്ഞു. അവർ മടങ്ങി വന്നു 70 വർഷം കഴിഞ്ഞ്. അവരുടെ രാജ്യത്തെ അവർ കെട്ടിപ്പടുത്തി. മോശ ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ 1 പ്രാവശ്യം കൂടെ ചിതറിപ്പോകും. 64-ാം വാക്യം നോക്കി, വേഴ്സ് 64. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ പറിച്ചു കളയും. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിച്ചു കളയും. 2-ാമത്തെ പ്രാവശ്യം എവിടെയാണ് ചിതറിക്കുന്നത്? ദൈവം എന്താ പറഞ്ഞത്? മോശം മൂലം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കും. 32-ാം വാക്യത്തിൽ നീ ഒരു അന്യജാതിക്ക് അടിമയാകും. അത് ഏതാണ്ട് BC 600-ൽ നടന്നു. എന്നാൽ ഈ 2-ാമത്തേത് AD 70-ൽ നടന്നു. AD 70, AD 135-ലൊക്കെ അത് നടന്നു. ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേരളത്തിൽ നിന്ന് വന്നവരാണ്. നമുക്കറിയാം, കൊച്ചു കേരളത്തിൽ യഹൂദൻ വന്നു. എങ്ങനെ വന്നു? കേരളം ഒരു ഭൂപടമെടുത്ത് നോക്കി, ഭൂമിയുടെ ഒരു അറ്റമാണ്. ഭൂമിയുടെ ഒരു അറ്റമാണ് കേരളം. ഈ കേരളത്തിൽ അവർ വന്ന് പാർത്തു. എങ്ങനെ വന്ന് പാർത്തു? ഞാൻ ഓസ്ട്രേലിയയിൽ പോയി, സിഡ്നിയുടെ പ്രദേശത്ത് പോയപ്പോൾ, നിങ്ങളൊന്ന് ആലോചിച്ച്, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുകയാണ്? ഈ UK-ലോട്ടൊന്നും വരുന്ന പോലല്ല.
ഓസ്ട്രേലിയ ചെല്ലണമെങ്കിൽ ഒരു പണിയാണ്. അതുപോലെ ദൂരമാണ് ഓസ്ട്രേലിയ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ യഹൂദന്മാർ. അമേരിക്കയിലെ ന്യൂയോർക്കിലൊക്കെ ഇപ്പോഴും യഹൂദന്മാർ. ലോകത്തിന്റെ എല്ലാ കോണിലും ഒരു ചെതറിപ്പോയി. ബൈബിളിൽ എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിന്നെ ചിതറി. പക്ഷേ ചിതറിപ്പോയ നിന്നെ ഞാൻ മടക്കിക്കൊണ്ടുവരാൻ 2ാം പ്രാവശ്യം കൈ നീട്ടി. ദൈവം കൈ നീട്ടി. ദൈവം എന്തിനാണ് കൈ നീട്ടിയത്? പലരും അറിയാത്തൊരു രഹസ്യമുണ്ട്. ദൈവം യഹൂദനോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ദേശത്തോടുള്ള ബന്ധത്തിലാണ്. ഈ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മൾ കണ്ടു യെശയ്യാ 11 2ാം പ്രാവശ്യം കൈനീട്ടി ലോകത്തിന്റെ 4 കോണിൽ നിന്ന് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജാതികൾക്ക് ഞാനൊരു കൊടി ഉയർത്തുകയാണ്. I am raising a banner for the nations. I am giving a signal for the nations. രാഷ്ട്രങ്ങൾക്ക് ഞാനൊരു അടയാളം കൊടുക്കുകയാണ്. എന്താണ് അടയാളം? ദൈവം മാനവരാശിക്ക് തന്ന അടയാളം ഈ രാഷ്ട്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച ആവർത്തനം 28 തന്നെ നോക്കാട്ടെ. ആവർത്തനം 28 അതിന്റെ 45-ാം വാക്യം 46-ാം വാക്യം 28-46 അവ ഒരടയാളവും അത്ഭുതമായിരിക്കും. It will be a sign and a wonder. Whatever happens to them is a wonder and it is a sign. യഹൂദന് സംഭവിക്കുന്നത് മാനവരാശിക്ക് അടയാളവും അത്ഭുതവുമാണ്. ഇപ്പോഴത്തെ യുദ്ധങ്ങൾ അത്ഭുതമല്ലേ? ഇങ്ങനൊരു രാജ്യം യുദ്ധം ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ മുഴുവൻ ഹമാസ് എന്ന് പറയുന്ന ആ പലസ്തീനികളെ മുഴുവൻ തീർത്തു. ലെബനോനിലോട്ട് പോയി അവിടുത്തെ ഹെസ്ബുള്ളയെ മുഴുവൻ തീർത്തു. യമനിൽ പോയി അവിടെ ഹൂത്തികളെ മുഴുവൻ തീർത്തു. ഇപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാനിൽ കയറി അവിടെ കയറി തകർത്തിരിക്കുക. ആ ഇറാൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ രാജ്യമൊന്നുമല്ല. ഇറാൻ എന്നൊക്കെ പറഞ്ഞാൽ ആർമി വൈസിൽ തന്നെ അത്ര പവർഫുള്ളാണ്. ഇവരുടെ തൻ്റെ ഇടം നോക്കി. It is a wonder. It is a wonder for the world. Whatever happens to these people, it is a wonder. എന്നാൽ ഒരു കാര്യം ഓർക്കുക, it is a sign. ഇവിടെയും പറഞ്ഞിട്ട് അടയാളമാണ്. യെശയ്യാ 11 രേഖപ്പെടുത്തി, ഞാൻ അവരെ മടക്കിക്കൊണ്ടുവരുന്നത് രാഷ്ട്രങ്ങൾക്ക് ഞാൻ ഒരു അടയാളം കൊടുക്കുകയാണ്. I am giving you a signal. അവരടയാളമാണ്. എന്താണ് അടയാളം? മത്തായി 24 എടുക്കുമ്പോൾ എൻ്റെ മനസ്സങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു. മാത്യു ചാപ്റ്റർ 24 എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതാണ്ട് 40 വർഷം കൊണ്ട് പണിത യഹൂദ ദേവാലയം ഭീമമായ കല്ലുകളെ കൊണ്ട് പണിതതാണ്. അകമുഖ തങ്കം പൊതിഞ്ഞതാണ്. കർത്താവിൻ്റെ അവസാനത്തെ ആഴ്ച he was in and around Jerusalem. ഈ ദേവാലയത്തിന്റെ ചുറ്റിലും അവന്റെ സമയം ചെലവഴിക്കുകയാണ്. ശിഷ്യന്മാർ അവനെ വിളിച്ചു, നീ ഇതൊക്കെ കണ്ടില്ലേ? ഈ ദേവാലയത്തിന്റെ പണി കണ്ടില്ലേ എന്ന് ചോദിച്ചു. കർത്താവ് അവരോട് പറഞ്ഞു, കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാത്ത കാലം. ഈ ശിഷ്യന്മാർ യഹൂദന്മാരാണ്. അവരുടെ മനസ്സിലുണ്ടായ ചിന്താകുലം എന്തായിരിക്കും? ഈ ദേവാലയം, അവരഭിമാനിക്കുന്ന ദേവാലയത്തിൽ ഒരു കല്ലിന്റെ മേൽ ഒരു കല്ലില്ലാത്തൊരു ദിവസം വരാൻ പോകുന്നു. യേശുക്രിസ്തു തനിച്ചൊല്ലി മലയിൽ ഇരുന്നപ്പോൾ അവർ വന്നു ചോദിച്ച 3 ചോദ്യങ്ങൾ. ആ 24-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവൻ ഒരു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു, അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞത്. സൗന്ദര്യ അവരാഹ കൺഫ്യൂഷനായി. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമ ഏടുകൾ മലാഖിയുടെ പുസ്തകത്തിലുണ്ട്. നീ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവായവൻ പെട്ടെന്ന് തന്റെ ആലയത്തിൽ വരും. നീ പറയുന്നു ദേവാലയം ഇടിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ചോദിച്ചു. കർത്താവ് തിരുവായി ഒഴിഞ്ഞ അടയാളം. നിങ്ങളോടൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ.
ശിഷ്യന്മാർ എത്ര അടയാളം ചോദിച്ചു? എത്ര അടയാളം ചോദിച്ചു? ഒരടയാളം ചോദിച്ചു. ഏകവചനമാണ്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു. യേശുക്രിസ്തു എത്ര അടയാളം പറഞ്ഞു? ഒരടയാളം. അതിന്റെ 32-ാം വാക്യം നോക്കി, അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. They asked for one sign and he gave them one sign, and that sign was through parable. അത്തിയുടെ ഉപമ. എന്തിനായി പാരബിളിൽ കൂടെ പറഞ്ഞു? അതിന്റെ മാത്യു ചാപ്റ്റർ 13 ഒന്ന് എടുത്തു നോക്കി. 13:10 മാത്യു 13:10. പിന്നെ ശിഷ്യന്മാർ അടുക്കുമെന്ന് അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. അവനവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചു, അവർക്കും ലഭിച്ചിട്ടില്ല. ശ്രദ്ധിച്ചോ, ഈ 12-ാം അധ്യായം വരെ കർത്താവ് ഉപമകൾ പറഞ്ഞിട്ടില്ല. കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പ്ലെയിനായിട്ട് സംസാരിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ തന്റെ സംസാരം തിരിക്കുകയാണ്. അവൻ ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ബെയൽസെബൂലിനെ കൊണ്ടുള്ള ഭൂതങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നതെന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ, അവരുടെ മതനേതാക്കന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് തിരിയുകയാണ്. പിന്നെ ഉപമകളിലൂടെയാണ് പറയുന്നത്. എന്തിനാ ഉപമയിലൂടെ പറഞ്ഞത്? ഈ ഉപമകളിൽ മറഞ്ഞു കിടക്കുന്നു സ്വർഗരാജ്യത്തിന്റെ മർമ്മം, മറഞ്ഞു കിടക്കുന്ന സത്യം. അത് നിങ്ങൾക്ക് അറിയാൻ വരം ലഭിച്ചു, അവർക്ക് ലഭിച്ചിട്ടില്ല. അവര് കർത്താവിന്റെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ നല്ല കഥകളും ഒക്കെ കേൾക്കാം, പക്ഷെ അവർക്കത് മനസ്സിലാകത്തില്ല. ശിഷ്യന്മാർക്ക് കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ നമുക്കറിയാം, ഉപമയിൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മം, നിഷ്ഠതയും കിടക്കും. ഇവിടെ പറഞ്ഞു, നിങ്ങൾ അത്തിയെ നോക്കി ഉപമ പഠിക്കണം, അതിന്റെ കൊമ്പ് വീണ്ടും ഇലതായി ഇല തളുക്കും, ഇത് കണ്ടാൽ ഞാൻ അടുക്കലാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. എന്താണ് ഈ അത്തി? നമ്മൾ ഇതിന്റെ പുറകിലൊരു ചരിത്രമുണ്ട്. അതായത് മാത്യു ചാപ്റ്റർ 21 എടുക്കുമ്പോൾ, 21-ാം അധ്യായം എടുക്കുമ്പോൾ, അവിടെ യെസ് 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം കേട്ടോ. സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി, വാഹനത്തിൽ കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരും. ഇത് സക്കറിയ 9:9. സക്കറിയ ചാപ്റ്റർ 9:9. പ്രവചന വിഷയങ്ങളിൽ ഏറ്റവും കാതലായ ഒരു പ്രവചന വിഷയം. സക്കറിയ പ്രവാചകൻ അടയാളം കൊടുത്തു, നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി. രാജാക്കന്മാർ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. നിന്റെ രാജാവ് സൗമ്യനായി ഒരു കഴുതയുടെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരും. ഇത് നടന്നു. AD 32 ഏപ്രിൽ മാസം 6-ാം തീയതി. AD 32 ഏപ്രിൽ 6-ാം തീയതി ഒരു കഴുതയുടെ പുറത്തു കയറി ദൈവപുത്രൻ ഹോസന്ന ഞായറാഴ്ച യെരുശലേമിൽ പ്രവേശിക്കുകയാണ്. പട്ടണം മുഴുവൻ ഇളകി അവനെ രാജാവായി സ്വീകരിച്ചു. ആ രാത്രിയിൽ നാം വായിക്കുന്നു, അതിൻ്റെ 17-ാം വാക്യത്തിൽ അവൻ ബഥനിയിൽ രാപാർച്ചു. ഏതാണ്ട് യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 3 മൈൽ അപ്പുറത്തുള്ള ഒരു ഗ്രാമമാണ് ബഥനി, ലാസറിൻ്റെയും മറിയുടെയും. അവിടെ പോയി കർത്താവ് വിശ്രമിച്ചിട്ട് രാവിലെ അവിടെ തിരിച്ചു വന്നു. ഈ രാവിലെ തിരിച്ചു വന്നപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവനാരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല. നമ്മൾ അതിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോന്നപ്പോൾ സമയം വിശന്നിട്ട് വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ടു. അതിൻ്റെ അടുക്കൽ ചെന്നു, ഇലയല്ലാതെ ഒന്നും കാണായില്ല. ഇനി നിന്നിൽ ഒരു നാളും ഫലം കായ്ക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ഈ നടന്നത് തിങ്കളാഴ്ച. ഞായറാഴ്ച യെരുശലേമിൽ ഹോശന്ന ഞായറാഴ്ച കയറി. തിങ്കളാഴ്ച അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ നോക്കി കണ്ടില്ല, അത് കരിഞ്ഞുപോയി. ചൊവ്വാഴ്ച ദേവാലയത്തിൻ്റെ അടുക്കളയിൽ ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിൻ്റെ അടയാളം? തലേ ദിവസം അവർ കണ്ടു അത്തി ഉണങ്ങുന്നത്. കർത്താവ് പറഞ്ഞു, അത്തി വീണ്ടും തണുക്കും.
നമ്മൾ കണ്ടു, അത്തി ഉപമകളായി കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം ഇതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ് സത്യം? യോവേൽ പ്രവചനം 1 വായിക്കാതെ ഞാനങ്ങ് പറയാം. യോവേൽ 1:6-7 വാക്യം വായിക്കുമ്പോൾ, ശക്തിയുള്ള ഒരു സൈന്യം എൻ്റെ ദേശത്തിൻ്റെ നേരെ വന്നു, എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു, അതിൻ്റെ തോൽ ഒഴിച്ചു കളഞ്ഞു. എൻ്റെ ദേശമെന്ന് ബൈബിളിൽ കർത്താവ് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ്. ഒരു രാജ്യം എൻ്റെ ദേശത്തിൻ്റെ നേരെ വന്നു, എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അവൾ അവിടെ വ്യക്തമാണ്, അത്തിവൃക്ഷം എന്ന് പറയുന്ന ഇസ്രായേൽ രാഷ്ട്രം. തീർന്നില്ല. ഹോശേയ പ്രവചനത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരെ, ഹോശേയ 9:10 പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ അത്തിവൃക്ഷത്തിൻ്റെ ആദ്യത്തെ കനി എന്ന പോലെ ഞാൻ കണ്ടു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അത്തിവൃക്ഷത്തിൻ്റെ ആദ്യത്തെ ഫലമാണ്. അപ്പൊ അത്തിവൃക്ഷം യഹൂദ രാഷ്ട്രത്തിന്റെ എംബ്ലമാണ്. ഇതൊരു ഉപമയിലൂടെ കർത്താവ് പറഞ്ഞു. AD 70 ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം, ഈ അത്തിവൃക്ഷം വീണ്ടും തണുക്കും. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇസ്രായേൽ രാഷ്ട്രം ഏതാണ്ട് 2000 വർഷം ലോകത്തിലാകമാനം ചിതറിപ്പോയിട്ട് അവർ പാർക്കുന്ന സ്ഥലം ഇസ്ലാമിക് കൺട്രികളുടെ കൈകളിലാണ്. അവിടെ യഹൂദന് കുടിയേറാൻ അനുവാദമില്ല. 1800 ആണ്ടുകളിൽ 10,000 യഹൂദന്മാർ ആ ദേശത്തില്ല. കുടിയേറുവാൻ നിവൃത്തിയില്ല. മുൻമഴയും പിന്മഴയും പെയ്ത് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. ദൈവം ആകാശത്തോട് പറഞ്ഞു, മഴ പെയ്യരുത്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 5-6 വാക്യം, മേഘങ്ങളോട് പറഞ്ഞു മഴ പെയ്യരുത്, മഴ നിന്നുപോയി. ജെരമ്യാ 3:3, അതുകൊണ്ട് മഴ നിന്നുപോയി. ജെരമ്യാ 5:21, അതുകൊണ്ട് ഈ നന്മയ്ക്ക്, മഴയെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ പാപനിമിത്തം നിന്നുപോയി. 2000 വർഷം മഴ പെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലം എങ്ങനെയിരിക്കും? വരണ്ട് ഇരുമ്പ് പോലെ ആയിത്തീർന്ന ഒരു സ്ഥലം. ഒരു പുല്ലുമില്ല, ഒരു മനുഷ്യനും അവിടെ ഇല്ല, ഒരു പട്ടണമില്ല, ഒരു കെട്ടിടമില്ല. അവിടെ യാത്ര ചെയ്തവരൊക്കെ 17-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചു, ശൂന്യത, ശൂന്യത, നിത്യ ശൂന്യത. ഡെസൊലേഷൻ, ഡെസൊലേഷൻ, പെർപ്പച്വൽ ഡെസൊലേഷൻ. മനുഷ്യനില്ല, മൃഗമില്ല, വൃക്ഷങ്ങളില്ല, പുല്ലില്ല, വെള്ളമില്ല, വെറും ശൂന്യമായ സ്ഥലം. ദൈവം മുൻകൂട്ടി പറഞ്ഞു, ബാക്കി ഞാൻ എടുക്കാതെ പറയട്ടെ, ഇസ്രായേലേ, നീ ശൂന്യമായി തീരാതിരിപ്പാൻ എൻ്റെ വചനം അനുസരിക്കുക. 2000 വർഷം ശൂന്യമായിട്ടുണ്ട്. ഈ അത്തിവൃക്ഷം ഇസ്രായേൽ രാഷ്ട്രമാണ്. നമ്മൾ കണ്ടു, അടയാളമായി നൽകിയതാണ്. അടയാളം. മോശ പറഞ്ഞു, നിങ്ങൾക്ക് സംഭവിക്കുന്നത് അടയാളമാണ്. യെശയ്യാ 11 നമ്മൾ കണ്ടു, അവരെ ദൈവം ഒരു ബാനറായി, മാനവരാശിയോട് സംസാരിക്കുന്ന ഒരു ബാനറായി ഉയർത്തിയതാണ്. ഞാനതാ പറഞ്ഞത്, എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ്ലി ഈ ജൂയിഷ് പീപ്പിൾ അവരെത്രയും ഉണ്ട്. കേരളത്തിന്റെ വലിപ്പമില്ല. 470 കിലോമീറ്ററേ ഉള്ളൂ ആ രാജ്യത്തിന്റെ നീളം. 470 കിലോമീറ്റർ. വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. ഈ ടൈനി കൺട്രി സറൗണ്ടഡ് ബൈ 23 ഇസ്ലാമിക് കൺട്രീസ്. 5 യുദ്ധങ്ങൾ പ്രത്യക്ഷമായി നടന്നു. 1948, 1956, 1967, 1973, 1982. പിന്നെ യുദ്ധമല്ലാതെ അവർ വേറെ ഒന്നും കണ്ടിട്ടില്ല. ടെററിസ്റ്റ് അറ്റാക്ക്, വൂൾഫ് അറ്റാക്ക്, പ്രത്യക്ഷമായ യുദ്ധം, പരോക്ഷമായ യുദ്ധം, അവരെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുന്നു. അവരിന്നും ആ ദേശത്ത് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താ കാരണം? ദൈവം അവരെ ഒരു അടയാളമായി മനുഷ്യനെ തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഗ്രഹിക്കാൻ.
എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അവർ മടങ്ങി വരുമെന്നുള്ളത് യാതൊരു വിധത്തിലും ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. യഹൂദനോട് ചോദിക്കുകയാണ്, നിങ്ങൾ മടങ്ങി വരുമോ? എസെക്കിയേൽ 37:11 വായിക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകൻ ചോദിച്ചു. അത് ഇസ്രായേൽ ജനമാണ്. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അവർ ഹോപ്പ് ഈസ് ഗോൺ. വി ഡോണ്ട് ഹാവ് എനി ഹോപ്പ് ടു കം ബാക്ക്. ലോകത്തിലെ വലിയ വിജ്ഞാനകോശം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ പ്രിന്റ് ചെയ്ത് വെച്ചു 1911 എഡിഷൻ. ഇസ്രായേൽ ഇനി ഒരു രാജ്യമായി തീരത്തില്ല, മടങ്ങി വരില്ല. യഹോവ സാക്ഷികൾ പ്രിന്റ് ചെയ്ത് വെച്ചു, ഇസ്രായേൽ ഇനി ഒരു രാജ്യമാകത്തില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞു റീപ്ലേസ്മെന്റ് തിയോളജി. ഇസ്രായേലിനുള്ള അനുഗ്രഹങ്ങളൊക്കെ ആത്മിക ഇസ്രായേലായ സഭയ്ക്കാണ്, ഇസ്രായേൽ ഇനി മടങ്ങി വരത്തില്ല. എല്ലാവരും പറഞ്ഞു മടങ്ങി വരത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും. കാലവതിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ ഞാൻ 2ാം പ്രാവശ്യം കൈവിട്ടു. ലോകത്തിന്റെ 4 കോണിൽ നിന്ന് ഒറ്റ അധ്യായം എന്നെടുക്കാം. എസെക്കിയേൽ 36 എന്നെടുത്ത്, എസെക്കിയേൽ പ്രവചനം 36. ഈ 36-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ ഞാനൊരു ചെറിയ ഹോംവർക്ക് തരാം. നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിലോ പേനയോ എടുത്ത് എസെക്കിയേൽ ചാപ്റ്റർ 36 വായിക്കുമ്പോൾ ഒരു ഫ്രേസ് 21 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 21 times. എന്താണെന്ന് അറിയാമോ? ദൈവം പറയുകയാണ്, ഐ വിൽ, ഞാൻ ചെയ്യും. ഈ 21 പ്രാവശ്യം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഒരു പ്രാവശ്യത്തെ ഞാൻ വായിക്കാം. അതിൻ്റെ 24-ാം വാക്യം നോക്കി. എസെക്കിയേൽ 36:24. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. വണ്ടർഫുൾ. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടിയിട്ട് നിങ്ങളുടെ ദേശത്ത് വരുത്തും. ഞാൻ ഒരു കാര്യം ഇതോടുള്ള ബന്ധത്തിൽ പറയട്ടെ. ഇസ്രായേൽ മധ്യപൂർവ്വ ദേശത്തിൽ, മിഡിൽ ഈസ്റ്റിൽ രാജ്യമായി തീരാതിരിക്കാൻ അന്നത്തെ വലിയ രാജ്യങ്ങളൊക്കെ ശ്രമിച്ചു. അവർക്ക് രാജ്യം കൊടുക്കണം, പക്ഷേ വേറെ സ്ഥലം പ്രപ്പോസ് ചെയ്തു. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പ്രദേശം, മിസിസിപ്പി മിസോറി പ്രദേശം, ക്രിമിയയുടെ പ്രദേശം, മെൽബണിൻ്റെ പ്രദേശം, എന്തിനു പറയുന്നു, വിയറ്റ്നാമിൻ്റെ പ്രദേശം, 17 വ്യത്യസ്ത സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അവിടെ വന്നോ, അവിടെ ജനപ്പാർപ്പില്ല, നിങ്ങൾക്ക് അവിടെ രാജ്യം തരാം. നടന്ന കാര്യം. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ മടക്കി നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ കൊടുത്തു. ലോകമെന്തിനാ വേറെ സ്ഥലം കൊടുത്തത്? അവർക്കറിയാം, മധ്യപൂർവ്വ ദേശത്തിൽ ഇസ്രായേൽ പിറന്നു വീണാൽ, അറബിക് ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ അവർ വീണാൽ ലോക സമാധാനത്തിന് അത് വെല്ലുവിളിയാണ്. അതുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് പോയി രാജ്യമുണ്ടാക്കട്ടെ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, എന്താ ഇപ്പം നടക്കുന്നത്? ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ കണ്ടില്ലേ? ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ലോകരാഷ്ട്രങ്ങൾ ചിന്തിച്ചത്. പക്ഷേ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന്, മലയാളത്തിലുള്ളത് നേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ, ഐ വിൽ ഗ്യാദർ യു ഫ്രം ദ നേഷൻസ് ആൻഡ് ബ്രിങ് യു ബാക്ക് ടു യുവർ ഓൺ ലാൻഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇസ്രായേലിൽ പാർക്കുന്നവർ എത്ര രാജ്യത്തൊന്നും മാത്രം? More than 130 countries. Can you believe that? These people who are living in Israel, they have come back from more than 130 countries. ലോകത്തിൽ 130-ലധികം രാജ്യത്തൊന്നും മടങ്ങി വന്നവരാണ് ഇവർ. കൊച്ചി കിടന്നവരെന്തേ ഇപ്പം മാളയിലും കൊടുങ്ങല്ലൂരും പറവൂരും ഒക്കെ കിടന്നവർ, ചേന്നമംഗലത്തൊക്കെ കിടന്ന യഹൂദനെന്തേ? മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന യഹൂദനെന്തേ? ഇറാഖിലും ഈജിപ്തിലും നമ്മൾ ദൈവവേദത്തിൽ വായിച്ചു. നിങ്ങളെയൊക്കെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരും. വണ്ടർഫുൾ. We have a wonderful God and he is working according to what he has revealed. അവൻ വെളിപ്പെടുത്തിയ പോലെ സംഭവിക്കുന്നു. അവരെ ലോകത്തിന്റെ 130 രാജ്യത്ത് നിന്നും മടങ്ങിക്കൊണ്ടു. ദൈവം പറഞ്ഞു, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവരും, അവിടെ തന്നെ കൊണ്ടുവരും.
അവർ പിറന്നു വീണ പിറ്റേ ദിവസം യുദ്ധം. അറബി രാജ്യങ്ങൾ പറഞ്ഞു, കയ്യിൽ കിട്ടുന്ന ആയുധങ്ങൾ എടുത്ത് ഇവരെ നശിപ്പിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അവരിന്നും മടങ്ങി വീട്ടിൽ പോയിട്ടില്ല. അവരാണ് പലസ്തീനിയൻ റെഫ്യൂജീസ്. ദൈവം ഇസ്രായേലിനെ മടക്കി. ഇതൊരു നിസ്സാര കാര്യമല്ല. ഞാനൊരു ഭാഗം കൂടി ഒന്ന് എടുത്തോട്ടെ. അതിനെ കൊണ്ടുവന്നതൊക്കെ ഞാൻ വിടുകയാണ്. പത്രോസ് ചെയ്ത ഒരു പ്രസംഗം നമ്മൾ അധികം മനസ്സിലാക്കാത്തൊരു കാര്യം. പത്രോസ് ആദ്യം പ്രസംഗിച്ചത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്ത് ദിവസം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്ത പ്രസംഗം 3-ാം അധ്യായത്തിലുണ്ട്. അവിടെ ഒരു രഹസ്യം പത്രോസ് പറയുന്നു. യേശു ക്രിസ്തു എന്നും മടങ്ങി വരുമെന്ന് പത്രോസ് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം എടുത്താട്ടെ. Acts chapter 3. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥന സമയത്ത് ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറും. അവൻ പത്രോസിനെയും യോഹന്നാനെയും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, എനിക്ക് പൊന്നും വെള്ളിയൊന്നുമില്ല, എനിക്കുള്ളതില്ല, നസറേന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. അവരവിടെ ഇരിക്കുന്നത് യഹൂദന്മാർ കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നാം വായിക്കുന്നു 10-ാം വാക്യത്തില്, അവൻ സംഭവിച്ചതൊക്കെ അറിഞ്ഞ് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞു. യഹൂദന്മാർ ഇത് കണ്ടിട്ട് ഭയന്നു വിസ്മയിച്ചും പരിഭ്രമമുള്ളവരായി തീർന്നു. പത്രോസ് ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തു. വ്യക്തമായി സുവിശേഷം പറഞ്ഞു. അതിൻ്റെ 17 തൊട്ടുള്ള വാക്യം വായിക്കാം. ഇവിടെ ഒരു രഹസ്യം കാണിക്കാനാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചെന്ന് ഞാൻ അറിയും. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാർക്ക് മുഖാന്തരം മുന്നറിയിച്ചത് അങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇനിയും ശ്രദ്ധിച്ചോട്ടെ, കർത്താവിൻ്റെ 2-ാം വരവാ പറയുന്നു. നിങ്ങൾ അനുദപിക്ക്, പാപമേറ്റു പറയുക, ദൈവപുത്രനെ മടക്കി അയക്കും. എന്നാ അയക്കുന്നത്? അടുത്ത വാക്യത്തിലുണ്ട് എന്നാ അയക്കുന്നത്. നോക്കിയേ, അതിൻ്റെ 21. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ until the times of restoration of all things what the holy prophets are foretold. വിശുദ്ധ പ്രവാചകന്മാർ പല കാര്യങ്ങൾ പറഞ്ഞു യഹൂദനോടുള്ള ബന്ധത്തിൽ. അത് നിവർത്തിക്കുന്നത് വരെ സ്വർഗത്തിൽ അവനായിരിക്കും. അത് കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവൻ മടങ്ങി വരും. Brothers and sisters, oh dear brothers and sisters, go home and read that passage again. A time is pointed out. Until the times of restoration. It is a process. Times. It is told in plural. Peter is speaking to the Jewish people. They never had their land. There was no people. There was no rain. There was no cultivation. Nothing was there. It was perpetual desolation. But prophets are foretold there will be a restoration. Let me remind you, their land was restored. അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെട്ടു, അവരുടെ ആളുകൾ യഥാസ്ഥാനപ്പെട്ടു, അവരുടെ ഭാഷ, ഇതെല്ലാം വാക്യമുണ്ട്. Hebrew language was dead language, and the only dead language that is resurrected is Hebrew language. Hebrew language resurrected. Their mother tongue is Hebrew now. Their cities, ഒരു കെട്ടിടം പോലും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ബോംബൊക്കെ വീഴുന്ന കണ്ടോ? ടെൽ അവീവ്,